പിണറായി വെണ്ടുട്ടായിൽ CPM പ്രവർത്തകന്റെ കയ്യിൽ നിന്നും പൊട്ടിയത് ബോംബ് തന്നെയെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA. മുഖ്യമന്ത്രിയും CPM-ഉം പോലീസിനെ ഉപയോഗിച്ച് കേസ് തേച്ചു മായ്ച്ചു കളയുകയാണ്. അതിനാണ് പടക്കം എന്ന് പറയുന്നതെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ നാടായ പിണറായിയിൽ ബോംബ് നിർമ്മിക്കുമ്പോൾ തന്നെയാണ് സ്ഫോടനമുണ്ടായതെന്ന് KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പറഞ്ഞു. നിരവധി കേസിലെ പ്രതിക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. കാപ്പ കേസിൽ ഉൾപ്പെടെ ഇയാൾ പ്രതിയാണ്. ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിൽ ഇരുന്ന് ബോംബ് പൊട്ടി കൈപ്പത്തി നഷ്ടപ്പെട്ട CPM പ്രവർത്തകൻ കാപ്പ കേസിലെ പ്രതിയാണ്. പിണറായിയിലെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായി നിന്ന കോൺഗ്രസ് ഓഫീസ് പെട്രോൾ ഒഴിച്ച് കത്തിച്ച കേസിലെ പ്രതിയാണ്. നിരവധി അക്രമ കേസുകളിൽ പ്രതിയായ വ്യക്തിയാണ്. ഒരു സ്വകാര്യ സ്ഥലത്ത് ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിലിരുന്ന് ബോംബ് പൊട്ടി കൈപ്പത്തിക്ക് നാശം സംഭവിച്ചത്. ഇതിനെ തേച്ചുമാച്ച് കളയാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അടിസ്ഥാനരഹിതമായ ന്യായവാദങ്ങൾ പടക്കമാണെന്ന് പറയുന്നത്. സ്വകാര്യ സ്ഥലത്ത് ബോംബ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിയതിനെ തേച്ചുമാച്ച് കളയാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മുഖ്യമന്ത്രിയും CPM നേതാക്കളും ആ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ P. ജയരാജന്റെ മകന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയപ്പോഴും പടക്കം എന്നാണ് പറഞ്ഞിരുന്നത്. പടക്കം സാധാരണഗതിയിൽ ആളുകൾ പൊട്ടിക്കുന്ന എവിടെയാണ്? പൊട്ടിക്കുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ആഘോഷ സ്ഥലത്താണ്. ഇത് ബോംബ് നിർമ്മിക്കുക തന്നെയായിരുന്നു. P. ജയരാജന്റെ മകൻ വർഷങ്ങൾക്ക് മുമ്പ് ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിലിടുന്ന ബോംബ് പൊട്ടി. അന്ന് CPM ഉന്നയിച്ചൊരു ന്യായവാദം ഉണ്ടായിരുന്നു. വിഷുവിന് പടക്കം കിട്ടിയതാണ്. അന്ന് മാധ്യമങ്ങളും ജനങ്ങളും ചോദിച്ചു, അന്നത്തെ പ്രതിപക്ഷത്തിലെ ആളുകൾ ചോദിച്ചു, കലിങ്ങിനടിയിലിടുന്നാണോ വിഷുവിന് പടക്കം ഉണ്ടാക്കുന്നത് ചോദിച്ചു. അവസാനം അന്നത്തെ CPM നിയന്ത്രണത്തിലുള്ള പോലീസിന് P. ജയരാജന്റെ മകനെതിരെ ക്രിമിനൽ കേസ്, ബോംബ് നിർമ്മിച്ചതിൻ്റെ ക്രിമിനൽ കേസ് എടുക്കേണ്ടി വന്നു. പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചയാളെ ആദ്യം തള്ളിപ്പറഞ്ഞ CPM പിന്നെ രക്തസാക്ഷി ദിനം ആചരിച്ചു. ബോംബല്ല പടക്കമാണെന്ന് പറയുന്നത് തന്നെയാണ് പടക്കമെന്നും സണ്ണി ജോസഫ് പരിഹസിച്ചു. പാർട്ടിയുടെ ചട്ടുകമായാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഒരു സ്ഥലത്തും ബോംബുണ്ടാക്കിയിട്ടില്ല. ചെറ്റക്കണ്ടിയിൽ 2 CPM പ്രവർത്തകർക്കാണ് ബോംബ് നിർമ്മിക്കുമ്പോൾ സ്ഫോടനമുണ്ടായി മരണം സംഭവിച്ചത്. അന്ന് CPM നേതാക്കന്മാർ പറഞ്ഞു അത് പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞു. പിന്നീട് അവരെ തന്നെ രക്തസാക്ഷികളായിട്ട് പ്രഖ്യാപിച്ച് അവിടെ രക്തസാക്ഷി സ്മാരക മണ്ഡപം പണി കഴിപ്പിച്ച് അതിൻ്റെ ഉദ്ഘാടനത്തിന് പാർട്ടി സെക്രട്ടറിയുടെ പരിപാടിയാണ് അവിടെ പ്രഖ്യാപിച്ചത്. ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കോൺഗ്രസ് പ്രവർത്തകർ ബോംബ് ഉണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടിയതോ അല്ലെങ്കിൽ ബോംബെറിഞ്ഞതോ ആയ ഒരു കേസ് പറയാൻ പറ്റുമോ? ഒരു സംഭവം പറയാൻ പറ്റുമോ? ഞാൻ എത്ര വേണേ പറയാം. അയ്യപ്പൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ CPM-ന് ഭയമാണെന്നും പാട്ടിനെതിരെ CPM തന്നെ പരാതി കൊടുത്തത് പ്രതികളെ സംരക്ഷിക്കാനാണെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ശ്രീകുമാറിന് കോൺഗ്രസുമായി ബന്ധമില്ല. കള്ളന്മാർ കപ്പലിലല്ല, അതിന്റെ കപ്പിത്താന്മാർ തന്നെയാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.